Welcome to OET Writing Live Sessions presented by Teachers Academy Tiruvalla branch with me Rajisha Ravindran. Hope all are doing good. So please wait for a few seconds so that our participants join us. Good afternoon, Johnny. I'm getting many comments in FB and in YouTube that the live sessions that we are having is very useful for you, and it really helps you in your writing sessions. So happy to hear. Please be regular participants. Please join our live. Hi, good afternoon, Leha. Okay, so today I'm planning to do one exam-oriented question. That means recent ആയിട്ട് നമുക്ക് ഒരുപാട് എക്സാമിൽ നോൺ മെഡിക്കൽ പ്രൊഫഷണലിന് ലെറ്റർ വരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ LB. നോൺ മെഡിക്കൽ പ്രൊഫഷണൽ ലെറ്റർ വരുന്നുണ്ട്. ദാറ്റ് ടു ഒരു ട്രാൻസ്ഫർ ലെറ്റർ ആയിട്ടാണ്. ഇപ്പം മിക്കവാറും ഒരു 5 തവണ കൂടുതൽ തവണ എന്ത് വന്നു, ലെറ്റർ ടു എ നോൺ മെഡിക്കൽ പ്രൊഫഷണലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോൺ മെഡിക്കൽ പ്രൊഫഷണൽ എന്ന് പറയുമ്പം വി ആർ പ്രറ്റി ഫെമിലിയർ ദാറ്റ് ഇൻ OET റൈറ്റിംഗ് വി ഹാവ് 3 ടൈപ്സ് ഓഫ് റീഡേഴ്സ് അല്ലേ? മെഡിക്കൽ, നോൺ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ പ്രൊഫഷണൽസ്. മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, നഴ്സസ്, അവരുടെ സ്പെഷ്യലൈസേഷൻസ് ഒക്കെ വരുന്നത് എന്തിലാണ്? മെഡിക്കൽ പ്രൊഫഷണൽസിലാണ്. വേറെ പാരാമെഡിക്കലിലോട്ട് വരുമ്പോഴത്തേക്കിന് ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ വരുന്നവരൊക്കെ എന്തിലോട്ട് പോകുന്നുണ്ട്? പാരാമെഡിക്കലിലോട്ട് പോകുന്നു. ആൻഡ് നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ ഒരു നഴ്സിംഗ് ഹോമിൻ്റെ മാനേജറോ അല്ലെങ്കിൽ ഡയറക്ടർ, സോഷ്യൽ വർക്കർ, ഈവൻ സൈക്കോളജിസ്റ്റ്, ഇവരൊക്കെ ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് നോൺ മെഡിക്കൽ പ്രൊഫഷണലാണ്. അപ്പം ഇവർക്കെല്ലാവർക്കുമുള്ള ഈച്ച് കാറ്റഗറി ഓഫ് ദീസ് റീഡേഴ്സിന് നമ്മൾ ഒരേ തരത്തിലല്ല എന്ത് ചെയ്യേണ്ടത്? ലെറ്റർ എഴുതേണ്ടത്. ദ പാറ്റേൺ, ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഹാസ് ടു ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഡേഴ്സ് അല്ലേ? അപ്പം ഓബ്വിയസ്ലി നമുക്ക് കിട്ടുന്ന കേസ് നോട്ട് OET റൈറ്റിംഗ് ഫോർ നഴ്സിംഗ് എന്ന് പറയുമ്പം നഴ്സസിന് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ കണ്ടീഷൻ നെയിംസ്, അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് ഒക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. വേറസ് അത് ഒരു നോൺ മെഡിക്കൽ പ്രൊഫഷണലിൽ അതുപോലെ തന്നെ ക്ലിയർ ആകണം എന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സിമ്പിളായിട്ടായിരിക്കണം എന്തെഴുതേണ്ടത്? നോൺ മെഡിക്കൽ പ്രൊഫഷണൽസിനുള്ള ലെറ്റർ എഴുതേണ്ടത്. നോ പ്രോബ്ലം ഇഫ് അവർ റീഡർ ഈസ് എ മെഡിക്കൽ പ്രൊഫഷണൽ. നമുക്ക് തന്നിരിക്കുന്ന അതേപോലത്തെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ബോഡി പാർട്സ് തന്നിരിക്കുന്നത് അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ എഴുതാനായിട്ട് പറ്റും. പക്ഷേ നോൺ മെഡിക്കലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു കാര്യം നിങ്ങൾ കെയർഫുള്ളായിരിക്കണം. മാത്രവുമല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ അത്തരം ലെറ്ററിൽ ശ്രദ്ധിക്കേണ്ടത് ഹൗ ടു റൈറ്റ് ഇറ്റ്സ് റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എന്നുള്ളതാണ് അല്ലേ? റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ പഠിച്ചു വെച്ചിരിക്കുന്നത് റീഡർ ഹാസ് ടു ഡു ഫോർ ദ പേഷ്യൻ്റ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ഒരു നഴ്സ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ആ കേസ് നോട്ടിൽ കാണും. അപ്പോൾ നമ്മുടെ റീഡർ ഒരു നോൺ മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ അത് അവരോട് ചെയ്യൂ എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ലെറ്റർ എഴുതാനായിട്ട് പാടില്ല. ഇപ്പോൾ നോക്കിക്കുക, നമ്മളൊരു പേഷ്യൻറ്റിനെ ഒരു നഴ്സിംഗ് ഹോമിലോട്ട് മാറ്റുകയാണെന്ന് വെച്ചാൽ ഒരു സർജറിയെ തുടർന്ന്, അപ്പോൾ പേഷ്യൻറ്റിന് ഡ്രസ്സിങ് ചേഞ്ച് വേണം. എന്നാൽ അഡ്മിഷൻ അറേഞ്ച് ചെയ്യാനായിട്ട് ആ മാനേജർക്കാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു റെഫർ ഇന്നയാൾ ഹു റിക്വയേഴ്സ് കണ്ടിന്യൂയിങ് കെയർ ആൻഡ് സപ്പോർട്ട് എന്ന് എഴുതി, ഹീ അണ്ടർവെൻറ്റോ അല്ലെങ്കിൽ ഹീസ് റിക്കവറിങ് ആഫ്റ്റർ സർജറി എഴുതി, നോ പ്രോബ്ലം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ റെക്കമെൻഡേഷൻ പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം റെക്കമെൻഡേഷനിൽ എഴുതൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഒരു നഴ്സിന് എഴുതുന്ന രീതിയിൽ പ്ലീസ് ചേഞ്ച് ഈസ് ഡെയിലി വൂണ്ട് ഡ്രസ്സിങ് എന്ന് എഴുതാൻ പറ്റുകയില്ല. ബിക്കോസ് അത് ഒരു മാനേജറുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ വരുന്നതല്ല. ഇവിടെയാണ് മിക്കവാറും കുട്ടികൾ എന്ത് ചെയ്യാറുള്ളത്? തെറ്റിക്കാറുള്ളത്. ഒരു പാറ്റേൺ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്, സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, അതിൽ എല്ലാ റൈറ്റിംഗും അങ്ങ് ചെയ്തു പോകും. അങ്ങനെയല്ല. അപ്പോൾ അവിടെ ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതുമാണ്. ബട്ട് അഗെയിൻ ഐ റിപ്പീറ്റ്, സിൻസ് വി ഹാവ് ബീൻ ഗെറ്റിംഗ് നോൺ മെഡിക്കൽ പ്രൊഫഷണൽസ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻ അവർ OET റൈറ്റിംഗ്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ അറിയേണ്ട രീതിയിൽ പറയണം. അപ്പോൾ പ്ലീസ് നോട്ട് ഹീ നീഡ്സ് ഡെയിലി വൂണ്ട് ഡ്രസ്സിങ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത്.
അവിടെ നമ്മുടെ മാനേജറിനോട് ഡ്രസ്സിങ് ചേഞ്ച് ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞു ഇല്ല. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, പേഷ്യൻറ്റിന് ഡ്രസ്സിങ് ചേഞ്ച് ആവശ്യമായിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് ബീയിങ് ദ മാനേജർ ഓഫ് ദ നഴ്സിംഗ് ഹോം, അവിടെ ആൾ കാണുമല്ലോ, നഴ്സോ മറ്റോ, അവരെ കൊണ്ട് ഇദ്ദേഹം ചെയ്യിക്കോ, അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ഇദ്ദേഹം അറിയേണ്ട രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ദറ്റ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു റൈറ്റ് എ ലെറ്റർ ടു എ നോൺ മെഡിക്കൽ പ്രൊഫഷണൽ കേട്ടോ. ദ റിസ്ക് ലൈസ് ഇൻ റൈറ്റിംഗ് ദ റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു, നിങ്ങളെ ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് സഹായിച്ചതാണ്. സോ ബി കെയർഫുൾ വെൻ യു റൈറ്റ് സച്ച് എ ലെറ്റർ കേട്ടോ. അപ്പോൾ some more students have joined us. Raji, Binsi, Simi, Ajita, good afternoon to all. Hope all are doing good. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിനെ നമ്മളൊരു നഴ്സിംഗ് ഹോമിലോട്ട് മാറ്റുന്നു. അതിൻ്റെ മാനേജർക്കാണ് ലെറ്റർ എഴുതാൻ പോകുന്നത്. ലെറ്റ്സ് സീ ദ കേസ് നോട്ട്. Okay, so as always, let's see. Using the information in this case note, write a letter to manager, Assisi Skilled Care Facility, Edison Square, Fountain Road, Canberra, Australia, for follow-up care. Okay അല്ലേ? അപ്പോൾ അവിടെ അഡ്രസ്സ് തന്നിട്ടുണ്ട്, നമുക്ക് പർപ്പസ് വേർഡും തന്നിട്ടുണ്ട്. സോ ഇഫ് എനി കൈൻഡ് ഓഫ് പർപ്പസ് വേർഡ്സ് ആർ ഗിവൺ ഇൻ ദ റൈറ്റിംഗ് ടാസ്ക്, നമുക്കതിനെ എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷനിലോട്ട് എടുക്കാം. സോ നമുക്കിവിടെ പർപ്പസ് വേർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഫോളോ അപ്പ് കെയർ ആണ് കേട്ടോ. സോ ഫോളോ അപ്പ് കെയർ ആൻഡ് അസിസ്റ്റൻസ് എന്ന് ഉപയോഗിക്കാം. ആൻഡ് ലെറ്റ്സ് സീ എന്തൊക്കെയാണ് പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള കെയർ അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് നമുക്ക് നോക്കാം. ഹായ് ദിവ്യ, ആഫ്റ്റർ എ ഷോർട്ട് ഗ്യാപ്പാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഐ എം ഡൂയിങ് ഗുഡ്. ഗുഡ് ആഫ്റ്റർനൂൺ റെഹാന, ഷാൻറ്റി, ലിൻസി, ജിൻസി, ഗുഡ് ആഫ്റ്റർനൂൺ ടു എവരി വൺ. അപ്പോൾ സോ നോക്കിക്കേ, അഡ്രസ്സ് എങ്ങനെ എഴുതും, ദ മാനേജർ അസിസി സ്കിൽഡ് കെയർ ഫെസിലിറ്റി, നെക്സ്റ്റ് ലൈൻ എഡിസൺ സ്ക്വയർ, നെക്സ്റ്റ് ലൈൻ ഫൗണ്ടെയിൻ റോഡ്, നെക്സ്റ്റ് ലൈൻ കാൻബെറ, ഓസ്ട്രേലിയ. ഓക്കെ, ദിസ് ഈസ് ഹൗ വി വോണ്ട് ടു റൈറ്റ് ദ address of the reader, and please note that this is an address where we don't have the name of the reader but only designation of the reader. Okay, yes, അതുകൊണ്ട് നമ്മളെങ്ങനെ അഡ്രസ്സ് എഴുതുന്നത്, ദ പ്ലസ് ഡെസിഗ്നേഷൻ എന്നുള്ള ഫോർമാറ്റിലാണ് അഡ്രസ്സ് തുടങ്ങുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദ അതർ ഡീറ്റെയിൽസ് ഇൻ ദ കേസ് നോട്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മാളവിക, ലിറ്റിമോൾ. Okay. Read the case note below and complete the writing task which follows. Today's date 8 February 2023 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എഴുതേണ്ട അതേ ഫോർമാറ്റിലാണ് കേസ് നോട്ടിൽ ഡേറ്റ് വന്നിരിക്കുന്നത്, 08 February 2023. ഓക്കെ, അപ്പം നമുക്ക് റൈറ്റിംഗ് ടാസ്കിൻ്റെ മനസ്സിലായിരിക്കുന്നത്, ആസ് ഐ ഹാവ് മെൻഷൻഡ് യു ഓൾറെഡി, ഇറ്റ് ഈസ് എ ലെറ്റർ ടു എ നോൺ മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു മാനേജർക്കാണ് ലെറ്റർ പോകുന്നത്. ഫർദർ ഡീറ്റെയിൽസ് നമ്മൾ കേസ് നോട്ടിൽ നിന്ന് വായിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. സോ പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, പേഷ്യൻ്റ് നെയിം മിസ്സസ് നിത്യ സ്കറിയ, ഏജ് 67 ആണ്. സോ റെഫറൻസ് ലൈൻ ഗോസ് ലൈക്ക്, റെഫറൻസ് ലൈൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യുമോ, ഒരു പ്രാക്ടീസിനാണ് കേട്ടോ. ഹോസ്പിറ്റൽ നെയിം ടലഗാട്ട് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. ഡേറ്റ് ഓഫ് അഡ്മിഷൻ 01 February, അത് 1 February 2023. ഡയഗ്നോസിങ് ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അഡ്മിഷൻ ഡേറ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായിരിക്കുന്നു. ദ ബോഡി പാരഗ്രാഫ് ഓഫ് ദ ലെറ്റർ ബിഗിൻസ് ലൈക്ക് ഓൺ 1 February 2023, മിസ്സിസ് സ്കറിയ വാസ് അഡ്മിറ്റഡ് ആണ്. അതൊക്കെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഡേറ്റ് ഓഫ് അഡ്മിഷനൊക്കെ കാണുന്ന ഉടനെ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റാക്കി വയ്ക്കണം. നമ്മളിങ്ങനെ ഓൾറെഡി കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത്, പിന്നീട് ബാക്കി നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ വേറസ് ഇഫ് ദർ ഈസ് നോ അഡ്മിഷൻ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ പ്രസൻറ്റിംഗ് കംപ്ലയിൻറ്റ് വേർ ദ പേഷ്യൻറ്റ് കംസ് മെനി ടൈംസ് ടു ദ ക്ലിനിക്, അത് നമ്മൾ എഴുതുന്നത് പ്രസൻറ്റഡ് വിത്ത് ആണ് കേട്ടോ. ഓക്കെ, yeah, so I started getting the answers for the reference line. It goes like RE:
മിസ്സിസ് സ്മിത്യാസ്കറിയ കോമ ഏജ്ഡ് 67 ഇയേഴ്സ്. ഏജ്ഡ് എഴുതുമ്പോൾ ഇയേഴ്സും കൂടെ എഴുതണം കേട്ടോ. ഏജ്ഡ് 67 എന്ന് എഴുതിയാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഡേയ്സ് ആകാം, വീക്സ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം അല്ലേ. ഏജ്ഡ് 67 എന്താ 67 ഡേയ്സ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു റൈറ്റ് ദാറ്റ് ഇയേഴ്സ് ആസ് വെൽ വിത്ത് ഏജ്ഡ് കേട്ടോ. പിന്നെ നമുക്ക് ഏജ് ഫോർമാറ്റിലാണ് എഴുതുന്നതെങ്കിൽ RE കോളൻ മിസ്സിസ് മിത്യാസ്കറിയ 1 ഫിംഗർ ഗ്യാപ്പ്. ഏജ് A ക്യാപിറ്റലാണ്, ഏജ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏജ്ഡ് എഴുതുമ്പോൾ A സ്മോൾ ലെറ്റർ ആണ്, വേറെ ഏജ് എഴുതുമ്പോൾ A ക്യാപിറ്റലാണ്. ഏജ് എഗെയിൻ നമ്മൾ കോമ ഇടുന്നു, 67 ഇയേഴ്സ് ഓൾഡ് എന്നും വേണം എഴുതാനായിട്ട്. ഓക്കെ, യെസ് വെരി ഗുഡ്. അപ്പം നമ്മൾ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ആണ് എന്ന് കണ്ടു. പിന്നെന്തായിരുന്നു, ഡയഗ്നോസിസ് നമുക്ക് തന്നിട്ടുണ്ട്. ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്നല്ലേ, അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് അല്ലേ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കൽ നോളജ് ഒരുപാടൊന്നും നമ്മുടെ റൈറ്റിങ്ങിലോട്ട് വേണ്ട. വേറെ ഈ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോഴത്തേക്കിന് ഹാസ് ബീൻ ആണോ, പോസ്റ്റ് ഡയഗ്നോസ്ഡ് ആണോ, ഹാസ് ആണോ, റിക്കവറിങ് ഫ്രം ആണോ എന്നീ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ. സോ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഡയഗ്നോസിസ് തന്നിരിക്കുന്ന സാധനം ഒരു റിക്കവറി കംപ്ലീറ്റ് ആയിട്ട് പോസിബിൾ അല്ലാത്തൊരു സാധനമാണ് അല്ലേ, ഒരു കണ്ടീഷനാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് പോസിബിളാണ്. സോ വി ക്യാൻ മാനേജ് ഇറ്റ് ത്രൂ മെഡിസിൻ, ബട്ട് റിക്കവറി ആസ് സച്ച് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ ഗിവൺ കണ്ടീഷൻ. ഓക്കെ, സോ പ്രൊസീഡ്. അതിനായിട്ട് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് വായിച്ച് നോക്കാം. സോ ഓൺ അഡ്മിഷൻ കംപ്ലയിൻറ്റ്സ് എന്താണ് വരുന്നത്? high fever, weakness in legs, recurrent fever, abdominal pain, joint pain and swelling. പിന്നെ എന്തുണ്ട്? വെയ്റ്റ് ഗെയിനും ഉണ്ട്. ഓക്കെ, സോ മെനി സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടഡ് കമൻറ്റിങ് ദ ഇൻട്രൊഡക്ഷനിലോട്ട് എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഹാസ് ബീൻ എ വാസ്. ഐ വിൽ ഹാവ് എ ഡിസ്കഷൻ കേട്ടോ. നമ്മൾ കേസ് നോട്ട് ഒന്ന് വായിച്ചതിന് ശേഷമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇതിലേതാണെന്നുള്ളത് കേട്ടോ. ഹാസ് ബീൻ ആണോ, വാസ് ആണോ. സോ ആക്ച്വലി ദിസ് ഈസ് ആൻ എറർ ദാറ്റ് വി മേക്ക് ഇൻ മെനി സിറ്റുവേഷൻസ്. അതായത് ഒരു കണ്ടീഷൻ കാണുന്നുടനെ നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തരുത്. കേസ് നോട്ട് ഫുള്ള് വായിച്ച് എന്താണ് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ, അത് വേഴ്സണായിരിക്കുകയാണോ, അതോ നല്ലതാകുകയാണോ, അതോ ഇപ്പോൾ കണ്ടുപിടിച്ചതാണോ, അതോ ഇപ്പോഴും ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ പ്ലീസ് കം ടു ദ കൺക്ലൂഷൻ റിഗാർഡിങ് വാട്ട് ഹാസ് ടു ബി റിട്ടൺ ഇൻ ദ ഇൻട്രൊഡക്ഷൻ കേട്ടോ. അപ്പം നമ്മൾ പറയുന്നത് എന്താ, ഒരു 3 തവണയെങ്കിലും ഒക്കെ കേസ് നോട്ട് വായിച്ചതിന് ശേഷം ഒരു കൺക്ലൂഷനിലോട്ട് എത്താവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹാസ് ബീൻ ഡയഗ്നോസ്ഡിനും വാസ് ഡയഗ്നോസ്ഡിനും ഒന്നും ഒരു ആൻസർ തരുന്നില്ല. വി വിൽ ഹാവ് എ ഡിസ്കഷൻ. ലെറ്റ്സ് സീ ദ കേസ് നോട്ട്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ് ഹൈ ഫീവർ, അത് റെക്കറൻ്റ് ആണ്. അപ്പോൾ റെക്കറൻറ്റ് ഹൈ ഫീവർ നമുക്ക് ഒറ്റയടിക്ക് കൊടുക്കാം. വീക്ക്നെസ് ഇൻ ലെഗ്സ്, abdominal pain, joint pain and swelling. Also she had weight gain. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിന് വിട്ടിട്ടുണ്ട്. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനും ഉണ്ടല്ലേ. അപ്പം ഞാനൊന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് വെൻ വി ഹാവ് 2 types ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് റെക്കമെൻഡഡ് ഫോർ ദ പേഷ്യൻറ്റ്, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനും ഒരുപാടൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഫ്രേസ് വെച്ചാണ് പേഷ്യൻറ്റിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്? കുഡ് യു പ്ലീസ് റീകളക്ട്? ഇപ്പം എക്സ്റേ മാത്രമാണെങ്കിൽ ഹെർ എക്സ്റേ റിവീൽഡ് എന്ന് പറയാം. ലക്ഷ്മി, താങ്ക് യു ലക്ഷ്മി സോ മച്ച്. ലക്ഷ്മി ഒരു ചേഞ്ചാണ്, 280 നിന്ന് 350 റൈറ്റിങ്ങിന് ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ലക്ഷ്മി, ആൻഡ് സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് ഐ ഹാവ് ഓൾസോ ബിക്കം എ പാർട്ട് ഇൻ യുവർ സക്സസ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എക്സ്റേ തന്നെയാണെങ്കിൽ നമ്മൾ ഹെർ എക്സ്റേ റിവീൽഡ് എന്നെഴുതും. അപ്പോൾ CBC മാത്രമാണെങ്കിൽ ഹെർ CBC റിവീൽഡ് എന്നെഴുതും അല്ലേ. പിന്നെ നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ട്. മുഴുവൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ എന്താണ്, എ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് എന്നും, മിക്സ് ആണെങ്കിൽ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് എന്നും എഴുതും. ഓക്കെ അല്ലേ? ഓക്കെ, കമൻറ്റ് വന്നിട്ടുണ്ട് സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് എന്നുള്ളത്. സോ ഷീ അണ്ടർവെൻറ്റ് സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് എന്നോ അല്ലെങ്കിൽ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് വേർ പെർഫോംഡ് ഫോർ ഹെർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അവിടെ ബ്ലഡ് ടെസ്റ്റ് CBC ഉണ്ട്, ESR ഉണ്ട്, CRP പറഞ്ഞിട്ടുണ്ട്, യൂറിൻ അനാലിസിസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, CRP എന്തായിരുന്നു? റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റാണ് നടത്തിയത് അല്ലേ. അതായത്
ഇൻഫ്ലമേഷൻ്റെ സാധ്യതകൾ കണ്ടുപിടിക്കാനായിട്ട് നടത്തിയ ടെസ്റ്റാണ്. പിന്നെ ANA അല്ലേ, എന്താണത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിക്കവാറും ഏത് കേസ് നോട്ടുമായിട്ട് വന്നാലും ഞാൻ അബ്രിവിയേഷൻസ് ഒന്ന് ശ്രദ്ധിക്കുമെന്ന് പറയാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന എക്സ്പാൻഷൻ ഫോർ അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാൽ ANA, അതിൻ്റെ അകത്ത് തന്നെ തന്നിട്ടുണ്ട്. ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി ടെസ്റ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തിനാണ് നമ്മൾ ഈ ANA അല്ലെങ്കിൽ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി പൊതുവെ നടത്താറുള്ളത്? ഈ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയും ടെസ്റ്റാണ് നടത്തിയത്. എക്സ്റേ. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, എന്താണ് ആർത്രൈറ്റിസ് ആണോ എന്നുള്ളത്. അതിൻ്റെ പേരിലാണ് സാമ്പിൾ വാസ് ടേക്കൻ ഫോർ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഹാസ് ഹാപ്പൻഡ്. സോ 1st February ആയിരുന്നു പേഷ്യൻ്റ് അഡ്മിഷൻ. ഓൺ ദ നെക്സ്റ്റ് ഡേ, ബിക്കോസ് എന്താണ് തന്നിരിക്കുന്നത്, 2nd February ആണ്. ദിസ് ഓൾസോ ഈസ് ആൻ ഏരിയ വെയർ സ്റ്റുഡൻസ് മേക്ക് എറർ. നമ്മൾ കേസ് നോട്ടിൽ ഒരുപാട് ഡേറ്റ് എഴുതരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ ക്ലാരിറ്റി ഓഫ് അവർ ലെറ്റർ. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് വി ഡു റൈറ്റ് ഡേറ്റ് ഓൺലി either in one paragraph, പ്രോബബ്ലി ഫസ്റ്റ് പാരഗ്രാഫിൽ, അതായത് ഓൺ 2nd February 2023 അവിടെ മതി. പിന്നീട് നമ്മൾ ഡേറ്റ് എഴുതണമെങ്കിൽ മേക്ക് എ ടൈം ഇൻഡിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഒരു സർജറി കഴിഞ്ഞാണെങ്കിൽ പിന്നീട് നമ്മളതിനെ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്നാണ് എഴുതുന്നത്. അതേസമയം ഹോസ്പിറ്റലിൽ സർജറി അല്ലാതെ കിടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ എന്നാണ് എഴുതുന്നത്. ഒരു ദിവസം അഡ്മിറ്റായി അതിനുശേഷം കുറേ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ഫോളോയിങ് ഡേയ്സ് എന്നുള്ള ടൈം ഇൻഡിക്കേഷനാണ് എഴുതുന്നത്. അതേസമയം ഒരു ദിവസം കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം, ഇപ്പോൾ നോക്കിക്കാൻ നമ്മുടെ ആദ്യത്തെ ദിവസം 1st February ആയിരുന്നു, 2nd February ആണ്. അവിടെ നമ്മൾ എഴുതുന്നത് ഓൺ ദ നെക്സ്റ്റ് ഡേ. So please make sure that you don't make these types of simple error. നമ്മൾ ഓർത്തിരുന്നാൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന എറേഴ്സാണ്, പക്ഷേ ഇത് വരുന്നുണ്ട് കേട്ടോ. സോ ഓൺ ഫോളോയിങ് ഡേയ്സ് കുറേ ദിവസങ്ങളെന്നും, ഓൺ ദ ഫോളോയിങ് ഡേ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസമൊന്നും ഉണ്ട് കേട്ടോ. സോ 2nd ഡേയിൽ ബ്ലഡ് ടെസ്റ്റിൽ ESRയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, HB വന്നിട്ടുണ്ട്, സോഡിയം പൊട്ടാസ്യം ലെവൽസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളത് നോക്കുമ്പോഴത്തേക്കിന് എല്ലാം കുറച്ച് കുറവായിട്ട് കാണുന്നുണ്ട്. അതിൽ നമുക്ക് ഏത് എടുക്കണം എന്നുള്ളത് കേസ് നോട്ട് മുഴുവൻ വായിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സോഡിയം ലെവൽസ് 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോർമൽ 135 to 145 ഒക്കെ പോകണം. ഇതൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് എക്സാമിന് വരുന്ന കേസ് നോട്ടിൻ്റെ അകത്ത് മോസ്റ്റ് പ്രോബബ്ലി നോർമൽ ലെവൽസ് ബ്രാക്കറ്റിൽ കാണാറുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലോട്ട് എത്താവുന്നതേ ഉള്ളൂ. ബട്ട് സിൻസ് ഐ ഹാവൻറ്റ് ഇൻക്ലൂഡഡ് സച്ച് എ ഡീറ്റെയിൽസ്, ഞാനത് വെർബലി പറയുകയാണ്. 135 to 145, അപ്പോൾ കുറച്ച് കുറവായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം നമുക്കത് താഴോട്ട് വേണം, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോ യൂറിൻ അനാലിസിസിൽ പസ് സെൽസ് പ്രസൻറ്റ് ആണെന്നുണ്ട്. ANA റിസൾട്ട് 2ാം തീയതിയും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് നഴ്സിംഗ് മാനേജ്മെൻറ്റ് പേഷ്യന് കൊടുത്തു. IV ഫ്ലൂയിഡ്സ്, 100 mg ഇഞ്ചക്ഷൻ ഡോക്സിസൈക്ലിൻ ഇഞ്ചക്ഷനായിട്ട് പോയിട്ടുണ്ട്. പാരസിറ്റാമോൾ ഓൾസോ ആസ് ഇഞ്ചക്ഷൻ പോയിട്ടുണ്ട്, ത്രൈസ് ഡെയിലി. ദെൻ 4th February 2 ദിവസം കഴിഞ്ഞിട്ട് ദ റിസൾട്ട് ഓഫ് ദ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി ഹാസ് കം. അത് പോസിറ്റീവാണ്. ഓക്കെ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എന്തുണ്ടെന്നാണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെന്നുള്ളതും. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്, നമ്മുടെ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് ആണ് അതിലൂടെ കൺഫേം ചെയ്തത്. അന്ന് പേഷ്യൻറ്റിന് കുറച്ച് കംപ്ലയിൻസ് ഉണ്ടായിരുന്നത്, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ഉണ്ടായിരുന്നു, ഡിസോറിയൻറ്റേഷൻ, പിന്നെ കുറച്ച് അജിറ്റേറ്റഡ് ആയിരുന്നു, ഇൻസോംനിയയും ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ട്രീറ്റ്മെൻറ്റ്. അപ്പം റിസൾട്ട് വന്നു, എന്താണ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഓബ്വിയസ്ലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പേഷ്യൻ്റ് മൊബിലൈസേഷൻ ഹെൽപ്പ് ചെയ്തു. ദെൻ റിപ്പീറ്റഡ് CRP അഗെയിൻ ഹാസ് റിപ്പീറ്റഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡേ, നോർമൽ ആയിട്ടുണ്ട്. ദെൻ പെയിൻ സ്കോർ ഓൾസോ ഹാസ് റെഡ്യൂസ്ഡ്, 3/10 ആണ്. സോ പെയിൻ റെഡ്യൂസ്ഡ് ആണ്. വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ഓബ്വിയസ്ലി നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത് മൊബിലിറ്റിയെ അഫക്റ്റ് ചെയ്യും അല്ലേ. ഇൻഫ്ലമേഷൻ ഇൻ ദ സ്പൈനൽ ജോയിൻറ്റ്സ് ആണ് എസ്പെഷ്യലി എന്താ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത്, ഇൻഫ്ലമേഷൻ ഇൻ ദ സ്പൈനൽ ജോയിൻറ്റ്സ്. അപ്പം മൊബിലിറ്റി ഇഷ്യൂസ് ഓബ്വിയസ്ലി ഉണ്ടാകും. ആൻഡ് ആസ് ഏജ് ഇൻക്രീസസ് അതിൻ്റെ കോംപ്ലിക്കേഷൻസും കൂടും. നമ്മുടെ പേഷ്യൻ്റ് ഇപ്പോൾ 67 years ആണ്.
എന്താ വന്നിരിക്കുന്നത് കേട്ടോ. സോ congratulations are on the way to the particular student I have mentioned. 280 നിന്ന് 350 എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരുപാട് കൺഗ്രാജുലേഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഫിസിക്കൽ തെറാപ്പി ടു എൻകറേജ് മൊബിലിറ്റി, പിന്നെ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 8 ഫെബ്രുവരി 2023. അപ്പോൾ 4-ാം തീയതിയിൽ നിന്ന് പിന്നെ നമ്മൾ എന്തിലോട്ട് എത്തിയിരിക്കുന്നു, 8 ഫെബ്രുവരി 2023 റെഡി ഫോർ ഡിസ്ചാർജ്. അപ്പം ഇന്ന് തന്നെയാണ് പേഷ്യൻ്റ് എന്താകുകയാണ്, ഡിസ്ചാർജ് ആവുകയാണ്. അപ്പോൾ നോക്കിക്കുക എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഏജ്, മൊബിലിറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കണം പേഷ്യൻറ്റിനെ എങ്ങോട്ട് മാറ്റുന്നത്, ട്രാൻസ്ഫർ ടു സ്കിൽഡ് കെയർ ഫെസിലിറ്റി. സി, ഇത് എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ കേസ് നോട്ടിൽ ഓർഡർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ലെറ്റർ എഴുതേണ്ട ഓർഡർ തന്നെ ആകണമെന്ന് ഇല്ല. പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴുള്ള കണ്ടീഷൻസ്, അതിൻ്റെ മാനേജ്മെൻറ്റ് മുഴുവൻ പറഞ്ഞിട്ടാണ് മെഡിക്കൽ ഹിസ്റ്ററിയിലോട്ടും സോഷ്യൽ ഹിസ്റ്ററിയിലോട്ടും വന്നിരിക്കുന്നത്. ഓക്കെ, സോ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, HTN, ഫ്രാക്ചർ ഓൺ ദ ടിബിയ ഫോളോയിങ് എ കാർ ആക്സിഡൻറ്റ് ഇൻ 2010 പറഞ്ഞിട്ടുണ്ട്. ആസ്മ, ജനുവാരം ആൻഡ് ഈസ് ഓൺ നീ ബ്രേസിലാണ്. കാറ്ററാക്ട് 2011 ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് സർജറി 2016 നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഐ വോണ്ട് യു ടു കമൻറ്റ്, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ പാരഗ്രാഫ് എഴുതുവാണല്ലോ, ലെറ്റർ അൺനോൺ ആണല്ലേ, നോൺ അല്ല. സോ ഈ മെഡിക്കൽ ഹിസ്റ്ററിയിൽ നിന്ന് വാട്ട് ഓൾ ആർ ദ പോയിൻറ്റ്സ് ദാറ്റ് വി വോണ്ട് ടു മെൻഷൻ ഇൻ അവർ ലെറ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കണ്ടീഷൻ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കണ്ടീഷൻസ് ഈ മെഡിക്കൽ ഹിസ്റ്ററിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, ഓക്കെ, ദെൻ സോഷ്യൽ ഹിസ്റ്ററി. ഷീ ഈസ് എ വിഡോ, 2 children, lives in a 2-story building, farmer, smoking 10 to 20 cigarettes per day. That is why we have seen that she was advised for smoking cessation. Yes. And then overweight aanu. So can we write overweight in our OET writing? നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണോ ഓവർവെയ്റ്റ് എന്നൊരു വാക്ക് ആണോ, എഴുതുമോ? ഇല്ല. ദെൻ പ്ലീസ് കമൻറ്റ് മീ. എഴുതത്തില്ലെങ്കിൽ ഓവർവെയ്റ്റ് എന്നൊരു ഡീറ്റെയിൽ കണ്ടാൽ വാട്ട് വിൽ ബി അവർ സെൻറ്റൻസ് എന്നുള്ളത്. ഓക്കെ, യാ, ബിൻസി തോമസ് has commented osteoarthritis is needed, tibia fracture is needed and genuvarum is of എക്സാക്ട്ലി ഈ ഡീറ്റെയിൽസ് വേണം അല്ലേ. ജനുവാരം മൊബിലിറ്റിക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണ്. പിന്നെ മേ ബി ടിബിയ ഫ്രാക്ചർ 2010 എന്തെങ്കിലും മൊബിലിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ കാര്യം പറയണം. യെസ്, എക്സാക്ട്ലി. സോ ഐ ഹാവ് ആസ്ക്ഡ് യു എ ക്വസ്റ്റ്യൻ, what to write when we get overweight എന്നുള്ളതല്ലേ. her body weight is above the recommended level കേട്ടോ. above than ഇല്ല, above the recommended level. Social history also we have read, and she relies Meals on Wheels service and shopping online services. Okay, so that is all about her social history. So Mrs. Mityaskaria. See, there is a contradiction that I want to point out. Okay, so when we have given the patient's name, it is given Mrs. Mityaskaria, and in the social paragraph it is mentioned that she is a widow. And normally we have studied that for widows we want to use the title MS, Miss. So when you write the letter, so I believe that definitely you develop this case note into a letter for your practice. So when you write the letter, what will you write as patient's title, Mrs. Mityaskaria or Miss Mityaskaria? Please comment me. Okay. Desmond has commented it is M as Miss. Lenny Mrs. Anju Maria Mrs. Ronia Binu Mrs. Okay, yes, you are right. See, we want to write Mrs. because
നമ്മുടെ കേസ് നോട്ടിൽ പേഷ്യൻ്റ് ഒരു ടൈറ്റിൽ തന്നിട്ടുണ്ട്, എന്ത്, മിസ്സസ് എന്നുള്ളത്. സോ ഇഫ് എനി കൈൻഡ് ഓഫ് ടൈറ്റിൽ ഈസ് ഗിവൺ ഇൻ ദ കേസ് നോട്ട്, ദാറ്റ് ഈസ് വാട്ട് വി വോണ്ട് ടു റൈറ്റ് ഇൻ അവർ ലെറ്റർ. ഓക്കെ, സോ നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും വേണ്ട. ഒരു ടൈറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈറ്റിൽ തന്നെയാണ് നോക്കേണ്ടത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ റൂൾസ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ്. കേട്ടോ, നമ്മൾ എന്തിനാണ് അങ്ങനെ റൂള് പഠിച്ചിരിക്കുന്നത്? ടൈറ്റിൽ കേസ് നോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റൂള് ഫോളോ ചെയ്യണം. ബട്ട് ഇഫ് ദീസ് ടൈപ്സ് ഓഫ്, അല്ലെങ്കിൽ മിസ് എന്ന് തന്നിരിക്കുന്നു, അല്ലെങ്കിൽ മിസ്സസ് എന്ന് കേസ് നോട്ടിൽ തന്നിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡ്ലി ഫോളോ വാട്ട് ഈസ് ഗിവൺ ഇൻ ദ കേസ് നോട്ട്. കേട്ടോ, സോ നമുക്ക് ഒരുപാടെടുത്ത് പേഷ്യൻ്റെ പേരിൻ്റെ അവിടെ മിസ്സസ് തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് പ്ലാനിലും ട്രാൻസ്ഫർ മിസ്സസ് സ്മിത്ത് സ്കറിയ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അവിടെ മിസ്സസ് ആണ് തന്നിരിക്കുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ടേക്ക് ദ ടൈറ്റിൽ വിച്ച് ഇസ് ഗിവൺ ഇൻ ദ കേസ് നോട്ട്. കേട്ടോ, എപ്പോഴും കേസ് നോട്ടിലുള്ളത് മാത്രം ഫോളോ ചെയ്യുക, അതാണ് നമുക്ക് എപ്പോഴും സേഫ്. യെസ്, Jinsi is asking, ma'am, can we write the date after? No worries, no issues. You can write after writing the reader's address. ആദ്യം റീഡർ അഡ്രസ്സ് ചെയ്തിട്ട് പിന്നെ ഡേറ്റ് എഴുതാം. പക്ഷേ കുറച്ചും കൂടെ ഏതാണ് നല്ലത് എന്ന് ചിന്തിച്ചാൽ, നമ്മൾ ട്രഡീഷണലായിട്ട് എഴുതുന്ന ലെറ്ററിലൊക്കെ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് തുടങ്ങാറുള്ളത് അല്ലേ, അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. പക്ഷേ മറ്റേതും അലൗഡ് ആണ് കേട്ടോ. ഫസ്റ്റ് റീഡേഴ്സ് അഡ്രസ്, ദെൻ ദ ഡേറ്റ് എന്നുള്ള ഫോർമാറ്റും ഒറ്റയ്ക്ക് അക്സെപ്റ്റഡ് ആണ്, നോ പ്രോബ്ലം. Okay, so come to discharge plan. Transfer Mrs. Mithya Skari to Assisi Skilled Care Facility. അപ്പം നമ്മുടെ മാനേജർ അവിടെ തന്നെ ആയിരുന്നല്ലോ, സോ അങ്ങോട്ടാണ് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളത്. ആ ഡീറ്റെയിലിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് ദാറ്റ് ദിസ് ഇസ് എ ട്രാൻസ്ഫർ ലെറ്റർ എന്നുള്ളത്. കേട്ടോ, ഇപ്പം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ഫർ ലെറ്റർ, അതായത് ടൈപ്പ് ഓഫ് ലെറ്റർ തെറ്റിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ട്രാൻസ്ഫേർഡ് ആണ് കേട്ടോ. പേഷ്യൻറ്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ, വൺ ഫെസിലിറ്റി ടു അനദർ ഫെസിലിറ്റി, അല്ലെങ്കിൽ വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ റീഹാബിലോട്ടൊക്കെ മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്കിൽഡ് കെയർ ഫെസിലിറ്റിയിലോട്ട് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക, പേഷ്യൻ്റ് മാറുന്നുണ്ട്. കൺഫ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് കെയർ വരുമ്പോഴും ട്രാൻസ്ഫർ ആക്കി എഴുതാറുണ്ട്. ട്രാൻസ്ഫർ ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ കെയർ എന്ത് ചെയ്യുന്നു എന്നാണ്, മാറ്റിക്കൊടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഒബ്വിയസ്ലി റെഫർ എന്നായിരിക്കണം ടൈപ്പ് ഓഫ് ലെറ്റർ എഴുതുന്നത്. സോ ട്രാൻസ്ഫർ ഓഫ് കെയർ ഡസൻറ്റ് ഇറ്റ് സെൽഫ് മീൻ ദാറ്റ് ദ ടൈപ്പ് ഓഫ് ലെറ്റർ ഈസ് ട്രാൻസ്ഫർ. നന്നായിട്ട് വായിക്കുക. വേറെ എവിടെയെങ്കിലും പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഇറ്റ് എസ് ട്രാൻസ്ഫർ, അതർവൈസ് റെഫറലായിരിക്കും ആ ലെറ്റർ കേട്ടോ. ഓക്കെ, പിന്നെ ഓബ്വിയസ്ലി എന്താ വേണ്ടത്, ഫിസിയോതെറാപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോണിറ്റർ CBC മന്ത്ലി വൺസ് പറഞ്ഞിട്ടുണ്ട്. പേഷ്യൻ്റ് ഇനിയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. സോ കീപ്പ് ഇൻ മൈൻഡ് വാട്ട് ഐ ഹാവ് mentioned in the beginning regarding writing the recommendation paragraph for manager. Then assess her sleep pattern എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷീസ് അറ്റ് റിസ്ക് ഓഫ് ഹൈപ്പോനട്രീമിയ എന്നുള്ളത് അടുത്ത ലൈനാണ് കേട്ടോ. സ്ലീപ്പ് പാറ്റേൺ ഇപ്പം ഇത് നമ്മുടെ കണ്ടീഷനുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഹൈപ്പോനട്രീമിയ സോഡിയം ലെവൽസ് താഴ്ന്ന് നിൽക്കുകയാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അത് സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് സ്ലീപ്പിൽ അല്ലേ. പക്ഷേ അതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, പാറ്റേൺ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം ഇൻസോംനിയ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ടാണ് പേഷ്യൻ്റെ സ്ലീപ്പ് പാറ്റേണും കൂടെ അസസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫ്ലൂയിഡ് ഇൻടേക്ക് ഇൻക്രീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻ്റ് ഡീഹൈഡ്രേഷൻ്റെ സാധ്യതകൾ കുറയ്ക്കാനായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക് അപ്പ് ആരോ ആണ് കൊടുത്തിരിക്കുന്നത്. സോ സച്ച് എ സിമ്പിൾ ഇനോയിറ്റി റൈറ്റിംഗ് ഷോസ് ഇൻക്രീസ് ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ. ദെൻ കണ്ടിന്യൂ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻ. സോ ദ പേഷ്യൻറ്റ് നീഡ്സ് ടു കണ്ടിന്യൂ ഹെർ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് ആൻഡ് അഡ്വൈസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഡിസ്ചാർജ് പ്ലാൻ ആണ് എന്ന് വെച്ചിട്ട് അതെല്ലാം ഇനി നമ്മുടെ റീഡർ ചെയ്യേണ്ട അഡ്വൈസസ് ആണോ? സോ പ്ലീസ് കമൻറ്റ് വെദർ ദോസ് അഡ്വൈസസ്. നോക്കിക്കേ, വെയ്റ്റ് റിഡക്ഷൻ, then medication, alcohol reduction, regarding medication, alcohol reduction and smoking cessation പേഷ്യൻറ്റിനെ നമ്മുടെ മാനേജർ ചെയ്യണോ അതോ ഓൾറെഡി ദ അഡ്വൈസ് ഈസ് ഡൺ ഓർ നോട്ട്? പ്ലീസ് കമൻറ്റ്. What do you understand
ഫ്രം ദ from the case note. Yes, Rinsi, Roni and everyone says that it is already done. എങ്ങനെ മനസ്സിലായി? അഡ്വൈസ്ഡ് ED ഫോം കഴിഞ്ഞു കേട്ടോ. പാസ്റ്റ് ടെൻസിൽ കിടക്കുകയാണ്, വെർബാണ്. ADVISE എന്ന് പറയുമ്പോൾ അത് വെർബാണെന്ന് മനസ്സിലാക്കിക്കോണം. ADVICE എന്ന് പറയുമ്പോൾ എന്താണ്? നൗണുമാണ് കേട്ടോ. സോ ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഓൺ ദീസ് മാറ്റേഴ്സ് വർ ഡൺ ഇൻ അവർ പ്രീവിയസ് ലൈഫ്സ്. അതൊന്നുകൂടെ ഒന്ന് നോക്കുക. മാത്രമല്ല അഡ്വൈസ്ഡ് വെർബാണ്, കഴിഞ്ഞതാണ്. സോ ഓൾറെഡി പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. സോ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എഴുതാം. അല്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് നോട്ട് വെച്ചിട്ട് എഴുതുമ്പോഴും അവളെ അഡ്വൈസ് ചെയ്തു എന്ന് പറഞ്ഞ് പ്ലീസ് നോട്ട് ഷി വാസ് അഡ്വൈസ്ഡ് റിഗാർഡിംഗ് വെയ്റ്റ് റിഡക്ഷൻ, മെഡിക്കേഷൻ, ആൽക്കഹോൾ റിഡക്ഷൻ ആൻഡ് സ്മോക്കിംഗ് സെസേഷൻ എന്ന് വേണം എഴുതാനായിട്ട്. ഓക്കെ. സോ നമുക്ക് പ്ലാനിലായിട്ട് ഇനിയും പേഷ്യൻറ്റിന് ചെയ്യേണ്ടതല്ല, മാനേജറാണ് റീഡർ. പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഫിസിയോതെറാപ്പി ഉണ്ട്, മോണിറ്റർ V1 ആണ്, CBC അതിനിയും ചെയ്യേണ്ടതാണ്. അസസ് സ്ലീപ്പിംഗ് പാറ്റേൺ എന്നുള്ളത് ഇനിയും വേണ്ടതാണ്. ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടണം, ഇൻക്രീസ് എന്നുള്ളത് എന്താണ്, ഇനിയും വേണ്ടതാണ്. പിന്നെ കണ്ടിന്യൂ V1 ആണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് എന്നുള്ളതും ഇനിയും പേഷ്യൻറ്റിന് വേണ്ട. ഇനി നമ്മൾ എന്തുമാത്രം ചെയ്തേച്ചാൽ മതി? പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്ക് പ്ലാനിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ലെറ്റർ ഓർഗനൈസ് ചെയ്യാം. സോ പ്ലീസ് കമൻറ്റ് മീ. നമ്മൾ പറഞ്ഞ ഫിസിയോതെറാപ്പി, മോണിറ്റർ CBC, അസസ് ഹെർ സ്ലീപ്പ് പാറ്റേൺ, ഇൻക്രീസ് ഫ്ലൂയിഡ് ഇൻടേക്ക്, കണ്ടിന്യൂ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ്. ദീസ് ആർ ദ ഡീറ്റെയിൽസ് ദാറ്റ് വി വോണ്ട് ടു ഇൻക്ലൂഡ് ഇൻ ദ ഡിസ്ചാർജ് പ്ലാൻ. അതിനെ എനിക്കൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് തരണം. പ്ലീസ് കമൻറ്റ് മീ. ആ വെർബ് മാത്രം നിങ്ങൾ മുഴുവൻ ടൈപ്പ് ചെയ്യണമെന്നില്ല, വെർബ് മാത്രം എടുത്തേച്ചാൽ മതി. Susmi Mol Josie is asking my live timing. So my live on OET writing goes every Monday 1:30 to 2:30. You don't want to type the complete. ഞാൻ പറഞ്ഞത് പ്രയോറിറ്റൈസ് ചെയ്ത് തരാനാണ്. പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ മുൻഗണനാക്രമത്തിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, റെക്കമെൻഡേഷൻ എഴുതാവുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. സോ ഇതിലേതിനാണ് പ്രയോറിറ്റി കൂടുതൽ? ആദ്യം എന്താണ് പറയേണ്ടതെന്നാണ് ചോദിച്ചത്. ബിൻസി ഫിസിയോ, മെഡിക്കേഷൻ, ഫ്ലൂയിഡ് ഇൻടേക്ക്, സ്ലീപ്പ് പാറ്റേൺ, പിന്നെ അഡ്വൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആങ്കിലോസിങ് സ്പോണ്ടിലൈസിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിയോതെറാപ്പിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻ്റെ കാര്യം ആദ്യം പറയണമല്ലോ അല്ലേ. മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി എന്ത് പറയാറുണ്ട്, മെഡിക്കേഷൻ ആദ്യം പറയുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ. അതർവൈസ് യുവർ ഓർഡർ ഈസ് കറക്റ്റ്. അപ്പോൾ മെഡിക്കേഷൻ പറയുന്നു, ഫിസിയോതെറാപ്പി പറയുന്നു, പിന്നീട് എന്താ പറയുന്നത്, CBC മന്ത്ലി വൺസ് പറയണം, സ്ലീപ്പ് പാറ്റേൺ, ട്രാൻസ്ഫർ, മോണിറ്റർ, അസസ്, ഫിസിയോ, ഫ്ലൂയിഡിൻ്റെയൊക്കെ മെഡിക്കേഷൻ. ഓക്കെ, ഓൾമോസ്റ്റ് എവരി വൺ ഈസ് ഗിവിങ് ദ കറക്റ്റ് ആൻസേഴ്സ്. ഒരു ചെറിയൊരു ഓർഡർ മെഡിക്കേഷനും ഫിസിയോതെറാപ്പിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുള്ളൂ. ദാറ്റ് ഡസൻ മാറ്റർ ടു മച്ച് ആസ് വെൽ കേട്ടോ. അത് വലിയൊരു പ്രശ്നമാക്കുന്നില്ല. അതർവൈസ് ഒക്കെ ഓക്കെയാണ് കേട്ടോ. മെഡിക്കേഷൻ, ഫിസിയോതെറാപ്പി, പിന്നെ ഫ്ലൂയിഡ് ഇൻടേക്ക്, CBCയുടെ കാര്യം പറയണം, സ്ലീപ്പ് പാറ്റേൺ പറയണം, പിന്നെ എന്താണ് ഇനി നമുക്ക് പറയാനുള്ളത്? അത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ഓർഡർ ദാറ്റ് വി വോണ്ട് ടു ഫോളോ ഇൻ റൈറ്റിംഗ് ദ റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. ഓക്കെ, സോ നമുക്ക് റെക്കമെൻഡേഷൻ എഴുതാം, ബട്ട് ആഫ്റ്റർ ഡിസ്കസിങ് എന്താ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇപ്പം നമ്മൾ കേസ് നോട്ട് ഫുള്ള് വായിച്ചു അല്ലേ. എന്താണ് ഒരവസ്ഥ? 4-ാം തീയതി പേഷ്യൻറ്റിന് ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് ആണ് എന്നുള്ളത് ANS വഴി എന്തോ ചെയ്തു.
ഡയഗ്നോസ് ചെയ്തു. അപ്പം ഇനി മെഡിക്കേഷൻ കണ്ടിന്യൂറ്റി, ഫിസിയോതെറാപ്പിക്കും മോണിറ്ററിങ്ങിനുമായിട്ട് നമ്മൾ എന്താണ് ഫോളോ അപ്പ് കെയറിനായിട്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, CC സ്കിൽഡ് കെയർ ഫെസിലിറ്റിയിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും ഇൻട്രൊഡക്ഷൻ, ഹൗ ക്യാൻ വി റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻ? ഒരുപാട് പേർക്ക് ഈ ഇൻട്രൊഡക്ഷൻ എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് കേസിനോട്ട് വായിച്ച് മനസ്സിലാകാത്തതിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതർവൈസ് ദർ ആർ നോട്ട് സച്ച് ഡിഫിക്കൽട്ടീസ് ഇൻ റൈറ്റിംഗ് ആൻ ഇൻട്രൊഡക്ഷൻ. So please comment me the introduction that we can write for this particular letter to the manager. Yes, Leha, your order is very much correct. Medication, physiotherapy, fluid intake, CBC, weight reduction. Anu Philip also has given the correct answer. Shafi, we don't, he's asking, do we want to write the advised things in the discharge plan എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പ്രശ്നമില്ല, നമ്മളിപ്പം പേഷ്യൻറ്റിനെ ഇന്നതേപോലെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ പറയുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള നഴ്സിംഗ് മാനേജ്മെൻറ്റിൻ്റെ പാരഗ്രാഫിൻ്റെ അകത്ത് സെൻറ്റൻസുകൾ വളരെ കുറവാണെന്ന് വെച്ചോ. ഒരു 3 സെൻറ്റൻസ് എഴുതിയിരിക്കുന്നു, എന്നാൽ റെക്കമെൻഡേഷൻ പാരഗ്രാഫിന് നമ്മൾ 7 സെൻറ്റൻസും എഴുതിയിരിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ എപ്പോഴും ലെറ്ററിൻ്റെ ഒരു ഒരു ഈവൻനെസ്സിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാര്യം എവിടെ എഴുതുന്നതായിരിക്കും നല്ലത്, തൊട്ട് മുമ്പുള്ള നഴ്സിംഗ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത്. അതൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. എന്തായാലും കഴിഞ്ഞു പോയ കാര്യം നേരത്തെ തന്നെ മാനേജ്മെൻറ്റായിട്ടാണ് എഴുതേണ്ടത്. പക്ഷേ നമ്മൾ മറന്നുപോയി അത് എഴുതാനായിട്ട്. എന്നെയും അത് റെക്കമെൻഡേഷൻ്റെ അകത്ത് പേഷ്യൻറ്റിനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ചെയ്തു എന്ന് തന്നെ എഴുതണം. ഇനിയും ചെയ്യുക എന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ എഴുതരുത്. ഹോപ്പ് ദ ഐഡിയ ഈസ് ക്ലിയർ ഫോർ യു, ഷാഫി. ഓക്കെ. See, many started giving me the comments. Okay, I am writing to transfer Mrs. Nitya Skaria who requires follow-up care and monitoring. She is recovering from ankylosing spondylitis എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസിന് റിക്കവറി ഉള്ള കണ്ടീഷനാണോ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഒരു കംപ്ലീറ്റ് അത് വന്നു കഴിഞ്ഞ് പിന്നെ ഒരു റിക്കവറി പോസിബിൾ അല്ല. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വർഷങ്ങൾ കഴിയും തോറും കൂടിയാണ് വരാറുള്ള. നമ്മുടെ കൈഫോസിസ് അങ്ങനത്തെ പ്രശ്നങ്ങളിലോട്ടൊക്കെയാണ് പിന്നീട് അത് പോകുന്നത് കേട്ടോ. സോ റിക്കവറിങ് നമുക്ക് എഴുതാനായിട്ട് പറ്റുകയില്ല ഇതിനെ സംബന്ധിച്ച്. മാത്രവുമല്ല, ഈ കേസ് നോട്ടിൻ്റെ അകത്ത് ഇനിയിപ്പോൾ നമുക്ക് എഴുതണമെന്ന് വെച്ചാലും കേസ് നോട്ടിൻ്റെ അകത്ത് പേഷ്യൻറ്റിന് റിക്കവറി എന്നുള്ള പെയിൻ കുറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് വെച്ചിട്ടായിരിക്കണം ചിലപ്പം റിക്കവറിങ് ഫ്രം എഴുതിയത്. പക്ഷേ ഈ കണ്ടീഷൻ നമുക്കത് പറ്റുകയില്ല കേട്ടോ. അപ്പോൾ അതുണ്ട്, അതുപോലെ ഉണ്ട്. അപ്പോൾ എന്താ എഴുതേണ്ടത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ സിമി നിബു ഹാസ് ഗിവൺ ദ കറക്റ്റ് ആൻസർ അല്ലേ. ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ വിടാനായിട്ട് പറ്റും? ഐ എം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ. ഐ എം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ 2+V1 കേട്ടോ. ട്രാൻസ്ഫേർഡ് എന്ന് എഴുതരുത്. മിസ്സസ് നിത്യാസ് കറിയ ഹു റിക്വയർസ് ഫോളോ അപ്പ് കെയർ ആൻഡ് മോണിറ്ററിങ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് സപ്പോർട്ട് എന്തോ. ഷീ ഹാസ് ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ്. ഓക്കെയാണ്. ഓക്കെ, അവൾക്കതുണ്ട്. അതുകൊണ്ടാണ് അവളെ എന്തോ ചെയ്യുന്നത്, ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരാളെ നമ്മൾ റെഫർ ചെയ്യുമ്പോഴോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അതുപോലെയുള്ള കണ്ടീഷൻസിനെ നമ്മൾ എന്തെഴുതും? ഹാസ് എഴുതും. പിന്നെ ഹാസ് ബീൻ ഡയഗ്നോസ്ഡും ഒരു പോസിബിലിറ്റിയാണ് കേട്ടോ. അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ്, അതായത് 4-ാം തീയതി, ഇന്ന് 8-ആണ് ഡേറ്റ്, 4-ാം തീയതിയാണ് കണ്ടുപിടിച്ചത്. ആ കേസിനകത്തിൽ നമുക്ക് എന്തോ ചെയ്യാനായിട്ട് പറ്റും? ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എഴുതാനായിട്ട് പറ്റും കേട്ടോ. അതായത് മാനേജ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നു, അതെന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല അല്ലേ. മാനേജ്മെൻറ്റ് ഭാഗമാണല്ലോ ഇനിയും കണ്ടിന്യൂ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് എന്നും ഫിസിയോതെറാപ്പി തുടങ്ങുക എന്നുള്ളതൊക്കെ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അങ്ങനെ ഇനി മാനേജ്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞില്ല, അതിൻ്റെ കണ്ടിന്യൂറ്റി ഇനി നിൽക്കുന്നുണ്ട്. അതായത് കണ്ടീഷൻ സ്റ്റേബിൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് എഴുതും. ഓക്കെ അല്ലേ. ആൻഡ് ക്യാൻ യു ഗിവ് ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ it's okay with me to give complete explanation in English, but I do understand that the majority of the students will be having much difficulty in understanding what we have been discussing if I continue the full thing to speak in English. So that is why I am using Malayalam as well in between. But
I will try my maximum to include English versions as well. Okay. Yes. So what we have been discussing was has been diagnosed with. So we can use has been diagnosed here as well. And in the beginning of our live session, I have seen someone has commented like was diagnosed. Is it was diagnosed really in Mithya Skariya's condition? Is it appropriate to write was diagnosed with ankylosing spondylitis in this case note? So Merita, what you want to do is, anyway, the case note is ready available in the live now. So you just collect the material and write a letter of your own, and hope something that I have been explaining in English will benefit you, help you. Okay. So my question was, is it correct to write was diagnosed in this particular case? Yes, many are commenting with has been diagnosed and has. Both are correct. So what's the problem with was diagnosed? See, was diagnosed is, it's not that it is past tense. When it comes to our medical scenario, when we are mentioning about some condition with was diagnosed, it shows that patient has become stable. And as you have mentioned, it has happened somewhere in the past. നേരത്തെ എപ്പോഴോ നടന്നതാണ് എന്നുള്ളതാണ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊന്നുമല്ല. സിമ്പിൾ പാസ്റ്റിന് പ്രസൻറ്റുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. ദർ ഇസ് നോ കണക്ഷൻ ഫോർ എ സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ടു വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്രസൻറ്റ്. Okay, so that shows that the patient is having no difficulties with the condition which is being diagnosed recently. So we know that that is not the condition with Mithya. Mithya wants physiotherapy, she wants the monitoring of her CBC, continue medication, and also that itself shows that she has not become stable with. So use was diagnosed only for mentioning about conditions which are stable, or in another way, something which has no significance to the present. The condition is not existing now. It has happened in the past. Yes, as Rinse has mentioned, was diagnosed means recovered from the condition. Exactly. Okay, so either you can use has or has been diagnosed. Then introduction is done. Then we write body paragraph. Okay, so was admitted with the complaints of. See, many dates are there. 1st February is there, 2nd February is there, 4th February is there, and today's date also is there. So take only the relevant points. See, she was admitted with. See, the reader is manager, so many medical complications and the test names are not needed in this letter. Okay, so you don't want to write she was performed CBC, SR, CRP, sodium level is 100. No. Anyway, our reader manager will not understand any of these things. So we can write she presented with weakness in legs, abdominal pain, joint pain, swelling, and recurrent high fever. Series of investigations were performed for her, which confirmed her condition. Okay, see, her condition, we just want to write her condition because we have written already her condition in the introduction paragraph. Okay, so therefore she was managed with. Hi Vijisha, good afternoon, happy to see you. She was managed with, so we want to write managed with. എന്തൊക്കെയായിരുന്നു? Anti-inflammatory drugs, her repeated CRP revealed to normally and had a reduced pain. She was recommended or she was prescribed vitamin B12 supplements and commenced physiotherapy to encourage mobility. Okay, hope it is clear for you. This portion 4th of February കൊടുത്ത മാനേജ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
പിന്നീട് എഴുതാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഈ മെഡിക്കൽ പാരഗ്രാഫ്, ദെൻ സോഷ്യൽ, ദെൻ റെക്കമെൻഡേഷൻ, അങ്ങനെ 3 ബോഡി പാരഗ്രാഫും ഒരു ഇൻട്രൊഡക്ഷൻ, 4 പാരഗ്രാഫിൽ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു ലെറ്ററാണ് ഇത് കേട്ടോ. 4 to 5 ആണല്ലോ നമ്മുടെ നമ്പർ ഓഫ് പാരഗ്രാഫ് ദാറ്റ് വി വോണ്ട് ടു ഇൻക്ലൂഡ് ഇൻ അവർ റൈറ്റിംഗ്. ഓക്കെ അല്ലേ? So, and as someone has asked, we can write, she was advised on smoking cessation. What were the things? Smoking cessation, alcohol reduction, and weight reduction. Okay. Ma'am, can we write further assessment and management in intro paragraph? See, Ronia, see who our reader is. Our reader is a manager. Manager is not a person who is doing assessment and management for the patient. So, it is not the purpose word that we want to write there. If you write, that will become purpose change. Okay. Assessment and management സാധാരണ ഡോക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈവൻ ഒരു നഴ്സിന് പോലും നമ്മളത് എഴുതാറില്ല. പിന്നെ നമ്മുടെ ഇതൊരു നോൺ മെഡിക്കൽ പ്രൊഫഷനാണ്. അദ്ദേഹം എന്ത് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻ്റ് ആണ് ഈ കണ്ടീഷന് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. സോ മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ദ പർപ്പസ് വേർഡ് റീഡർ സെൻറ്റേർഡ്. ഓക്കെ. സോ കെയർ ആണ് വേണ്ടത്. അത് മാത്രമല്ല, പേഷ്യൻ്റ് ഇനിയും അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്, അസസ് ദ സ്ലീപ്പ് പാറ്റേൺ ഒഴികെ മറ്റൊരു അസസ്മെൻറ്റും എന്ത് പറഞ്ഞിട്ടില്ല, കേസ് നോട്ടിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ. Her condition has been managed with. So Gabriela is asking, is it possible for us to write her condition has been managed with? Okay. See, ഫിസിയോതെറാപ്പി ആയിക്കോട്ടെ, മെഡിക്കേഷൻ ആയിക്കോട്ടെ, അതെല്ലാം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി പെർഫെക്റ്റ് ടു റൈറ്റ് ലൈക്ക് ഷീ ഹാസ് ബീൻ ഓർ ഹെർ കണ്ടീഷൻ ഹാസ് ബീൻ മാനേജ്ഡ് വിത്ത്. ഗുഡ്. ദെൻ അനദർ ഡൗട്ട് ഹാസ് കം ഫ്രം ദിവ്യ. ഷീ വാസ് ട്രീറ്റഡ് കൺസർവേറ്റീവ്ലി എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെയാണ്, ഇത് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് തന്നെയാണ്. മെഡിക്കേഷനും ഫിസിയോതെറാപ്പിയും ഒക്കെ വീതം കൊടുത്തതാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ അവർക്ക് കണ്ടീഷൻ അങ്ങനെ കണ്ടുപിടിച്ചു, ഷീ വാസ് ട്രീറ്റഡ് കൺസർവേറ്റീവ്ലി അല്ലെങ്കിൽ മാനേജ്ഡ് കൺസർവേറ്റീവ്ലി എന്ന് എഴുതുമ്പോഴത്തേക്കും നമ്മുടെ ലെറ്റർ ഒരുപാട് ചെറുതായിപ്പോൾ ഒരുപാടൊന്നും എഴുതാനില്ല അല്ലേ. അതേസമയം ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. എന്നിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇനിയും സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, മാനേജ്ഡ് കൺസർവേറ്റീവ്ലി എന്ന് എഴുതാം. അതേസമയം നമുക്ക് ആ മാനേജ്മെൻറ്റിലൂടെയാണ് ലെറ്ററിൻ്റെ വേർഡ് ലിമിറ്റിലോട്ട് എത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ദാറ്റ് കേട്ടോ. പിന്നെ സർജറി കേസിനോട്ട് നമ്മൾ പൊതുവേ മാനേജ്ഡ് കൺസർവേറ്റീവ്ലി എന്ന് എഴുതാറില്ല. ബിക്കോസ് സർജിക്കൽ മാനേജ്മെൻറ്റും കൺസർവേറ്റീവ് മാനേജ്മെൻറ്റും 2 തരത്തിലുള്ള മാനേജ്മെൻ്റ് ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ദിവ്യ. ഓക്കെ. ദെൻ റോണിയ, ഫർദർ എന്ന വേർഡ് യൂസ് ചെയ്യാമോ എന്നാണ് ചോദിച്ചത് അല്ലേ. ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലേ ഉദ്ദേശിച്ചത്, ഉപയോഗിക്കാം. സി, ഫർദർ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ എന്ന്, അതിനേക്കാൾ കൂടുതൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു അസസ്മെൻറ്റ് പേഷ്യൻറ്റിൻ്റെ കഴിഞ്ഞു, അതിലൂടെ നമുക്കൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. കൂടുതൽ അസസ്മെൻറ്റ് നടത്തി പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ആരോട് പറയുന്നത്, നമ്മുടെ റീഡറോട് പറയുന്നത്, ആ ഡോക്ടറോട് പറയുന്നെങ്കിൽ ഫർദർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ. ഇപ്പം വന്നു, ഒരു അസസ്മെൻറ്റ് കഴിഞ്ഞു, അസസ്മെൻറ്റിൽ ഒരു ഡൗട്ടുണ്ട് ഹെർണിയാണോ എന്ന്, അത് ഉറപ്പിക്കാൻ നമ്മൾ ഡോക്ടർ അടുക്കലോട്ട് വിടുകയാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ. ഇവിടെയാണെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് കെയർ, ഫർദർ കെയർ എന്നൊക്കെ ഉപയോഗിക്കാം കേട്ടോ. സോ ദാറ്റ് ഈസ് എ വേർഡ് ദാറ്റ് വി ക്യാൻ യൂസ് ഇൻ അവർ OET റൈറ്റിംഗ്. ഓക്കെ. സി, അപ്പം ത്രൂ യുവർ ഡൗട്ട്സ് നമ്മൾ ഒരു ലെറ്ററിൻ്റെ അപ്രോച്ച് അല്ലേ, ഒരു ലെറ്ററിനും അങ്ങനെ ഒരു പർട്ടിക്കുലർ അപ്രോച്ച് എന്നെല്ലാം നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് 180 to 200 എത്തുക. അതിൽ കൂടുതലാണെങ്കിൽ ചില സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക, കുറവാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആയിട്ട് എഴുതുക. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സോ ദെൻ കമ്മിങ് ഓൺ ടു റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. സോ നമ്മൾ പറഞ്ഞത് നോൺ മെഡിക്കൽ പ്രൊഫഷണലിലെ റെക്കമെൻഡേഷൻ പാരഗ്രാഫാണ് നമ്മൾ കെയർഫുള്ളായിട്ട് എഴുതേണ്ടതെന്നാണ് അല്ലേ. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇസ് ദർ എനി കൈൻഡ് ഓഫ് other doubts that you have? Nigel, you can ask now. Gabriela, ongoing care and assistance also is an okay purpose word. കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് വി ഹാവ് ഡിസ്കസ്ഡ് ഫോളോ അപ്പ് കെയർ ഹിയർ ബിക്കോസ് that purpose word as such is given in the writing task. So it is always better to use the purpose word which is given in our writing task or in the case note. Okay. Again, as always, I have a very bad sore throat. Sorry. Okay, so hope you have no doubts.
Can we write she is being transferred to you? Being transferred is a format that we used to write in our introduction. See, Mrs. Mithya Skaria is being transferred for follow-up care and monitoring. Just when it is possible, okay? Mrs. Mithya Skaria is being transferred. Then Shafi is asking, can we write social and medical history in same para? Of course. If there are not too much, ഒരുപാട് എഴുതാനില്ല എന്നുണ്ടെങ്കിൽ സോഷ്യലും മെഡിക്കലും കൂടെ ഒറ്റ പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. ദർ ഇസ് നോ നീഡ് ഓഫ് സെപ്പറേറ്റിംഗ് സോഷ്യൽ ആൻഡ് മെഡിക്കൽ പാരഗ്രാഫ്. അവർ ഒറ്റയ്ക്ക് തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി പിന്നെ വളരെ റെയറായിട്ടുള്ള ലെറ്റേഴ്സ്, അതായത് സോഷ്യൽ വർക്കറിനൊക്കെ ഉള്ള ലെറ്ററിൻ്റെ അകത്ത് ഒരുപാട് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാണുമായിരിക്കും. നമുക്കത് മുഴുവൻ ലെറ്ററോട്ട് എഴുതേണ്ടതായിട്ടും ഉണ്ടായിരിക്കാം. അങ്ങനെ വരുന്ന റെയറായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ മെഡിക്കലിൽ നിന്ന് സോഷ്യലിനെ മാറ്റി എഴുതാറുള്ളൂ. അതർവൈസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സച്ച് കേസ് നോട്ട് നമുക്ക് ഒരുപാടൊന്നും വിശദമായിട്ട് സോഷ്യലും ഒന്നും എഴുതണ്ടല്ലോ. ആദ്യം നമ്മൾ സോഷ്യൽ എഴുതിയിട്ട് പിന്നെ മെഡിക്കൽ അങ്ങ് എഴുതുകയാണ് കേട്ടോ. ഈ കേസ് നോട്ടിനെ സംബന്ധിച്ച് നമ്മൾ മിസ്സിസ് മിത്യ എ വിഡോ ലിവ്സ് ഇൻ എ 2-story ബിൽഡിംഗ് എന്ന് വേണം. ഒബ്വിയസ്ലി ചിലപ്പോൾ അവർക്ക് മൊബിലിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാമല്ലോ എങ്ങോട്ട് മാറ്റുന്നത്, സ്കിൽഡ് കെയറിലോട്ട് മാറ്റുന്നത്. അപ്പം അതൊരു റീസണാണ് 2-story ബിൽഡിംഗ് എന്നുള്ളത്. നമ്മളത് എഴുതണം. സോ ലിവ്സ് ഇൻ എ 2-story ബിൽഡിംഗ്. പിന്നെ എന്താണ് എഴുതുന്നത്? ഷീ സ്മോക്സ് 10 to 20 cigarettes per day, ബിക്കോസ് സ്മോക്കിംഗ് സെസേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത്? ഷീ റിലൈസ് ഓൺ മീൽസ് ഓൺ വീൽസ് വേണം. പിന്നെ ഷീ ഹാസ് ഹാഡ് type 1 ഡയബറ്റീസ് ആൻഡ് ആർത്രൈറ്റിസ് HTN-ൻ്റെ കാര്യം എഴുതണം. ഓൺഗോയിങ് കണ്ടീഷൻസ് ആണ്, അതിനൊക്കെ എന്ത് കാണും? മെഡിക്കേഷൻസും കാണും. അതുകൊണ്ട് നമ്മളെല്ലാ കേസ് നോട്ടിൻ്റെ അകത്തും ഡയബറ്റീസിൻ്റെയും ഹൈപ്പർ ടെൻഷൻ്റെയും കാര്യം എഴുതാറുണ്ട്. പിന്നെ ഷീ ഹാഡ് എ ഫിബിയ ഫ്രാക്ചർ ഇൻ 2010 ആൻഡ് ഷീ യൂസസ് നീ ബ്രേസസ് ഫോർ ജനുവാരം എന്നുള്ളതും കൂടെ എഴുതണം. ഓക്കെ, സോ ഹോപ്പ് സോഷ്യൽ പാരഗ്രാഫ് ഈസ് ക്ലിയർ ഫോർ യു. Okay, see, moving on to recommendation paragraph. It would be appreciated if you could എന്തെഴുതാം? മാനേജറിന് recommendation. So I want you people to give me the first sentence for this recommendation paragraph. നമ്മൾ ഓൾറെഡി പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. എങ്ങനെ എഴുതും? If you could provide or if you could arrange. Think and comment your answers. It would be appreciated if you could provide further care or if you could arrange for something. യെസ്, അറേഞ്ച് ആണ് കുറച്ചും കൂടി നല്ല വാക്കല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന ഫിസിയോതെറപ്പി അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നതല്ല, കണ്ടിന്യൂ മെഡിക്കേഷൻ മോണിറ്ററിങ് അല്ല, അതൊക്കെ അല്ലേ. അപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ഓരോ പ്ലാനും നമുക്ക് എന്തോ ചെയ്യാനായിട്ട് പറ്റും, എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അറേഞ്ച് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണോ നമുക്ക് പർപ്പസ് വേർഡിനെ എന്തോ ചെയ്യാം, സിനോണിമസ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ദെൻ അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അറേഞ്ച്. ഫിസിയോതെറപ്പി ആണല്ലോ നമ്മൾ ആദ്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചത്. സോ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അറേഞ്ച് ഫിസിയോതെറപ്പി ഫോർ മിസ്സസ് കറിയ എന്ന് എഴുതാം കേട്ടോ. ദെൻ പിന്നെ എന്തായാലും ഫിസിയോതെറപ്പി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? പ്ലീസ് നോട്ട് ഷീ നീഡ്സ് ടു കണ്ടിന്യൂ ഹെർ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ്. പ്ലീസ് കണ്ടിന്യൂ ഹെർ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻ എന്ന് എഴുതരുത്. അത് മെഡിക്കൽ പ്രൊഫഷണൽ ആയാലും നോൺ മെഡിക്കൽ പ്രൊഫഷണൽ ആയാലും കേട്ടോ. മെഡിക്കൽ പ്രൊഫഷണൽ ഇപ്പോൾ ഒരു ഡൗട്ടുണ്ട് നിങ്ങൾക്ക് അല്ലേ. സോ what is the problem if I write please continue her medication for a medical professional? നഴ്സിനാണെങ്കിൽ കണ്ടിന്യൂ മെഡിക്കേഷൻ എന്ന് എഴുതാമോ?
ഞാനൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇഫ് യു കുഡ് കണ്ടിന്യൂ എന്ന് പ്ലീസ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ നഴ്സിനോട് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നഴ്സല്ലല്ലോ കണ്ടിന്യൂ ചെയ്യേണ്ടത്, ആ വെർബിൻ്റെ പ്രശ്നമാണ് കേട്ടോ, പേഷ്യൻ്റാണ്. സോ പ്ലീസ് നോട്ട് ഷീ നീഡ്സ് ടു കണ്ടിന്യൂ ഹെർ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് എന്ന് എഴുതണം. ഓക്കെ. ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ഫുൾ. സിമി ഹാസ് ആൻസേർഡ് ലൈക്ക് സിമി. നമ്മളിപ്പോൾ ഗ്രേറ്റ്ഫുൾ ഉപയോഗിക്കാറില്ല കേട്ടോ, അത് ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മൾ 1.0 ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ്, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ളത് കേട്ടോ. സോ ബെറ്റർ നോട്ട് ടു യൂസ് ദാറ്റ്. യെസ്. ദെൻ പിന്നെ എന്താ എഴുതേണ്ടത്? നമ്മൾ മെഡിക്കേഷൻ്റെ കാര്യം പറഞ്ഞു, ഫിസിയോതെറപ്പിയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മോണിറ്റർ ഹെർ CBC മന്ത്ലി വൺസ് എന്ന് എഴുതാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ കൈൻഡ്ലി നോട്ട് ദാറ്റ് ഹെർ CBC നീഡ്സ് ടു ബി മോണിറ്റേർഡ് once every month എന്ന് എഴുതാം അല്ലേ. പിന്നെ പ്ലീസ് നോട്ട് ഹെർ സ്ലീപ്പിംഗ് പാറ്റേൺ നീഡ്സ് ടു ബി അസസ്ഡ്. Okay, so we can include it all. Fluid intake, it is beneficial for her to increase the fluid intake enna adu patient aanulla benefit. Okay, so it is beneficial for her to increase her fluid intake. സോ അത്രയൊക്കെ ഉള്ളൂ, അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു കേസ് നോട്ട് കിട്ടുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതാൻ പോകുമ്പോഴത്തേക്കിന് നോൺ മെഡിക്കലാണെന്ന് കാണുവാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ എഴുതി പോകണം. അതിന് കുറേ നിങ്ങൾ എഴുതി എന്താകണം, യൂസ്ഡ് ആകണം കേട്ടോ. സോ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആകുന്നുണ്ടെങ്കിലും നിങ്ങൾ എഴുതി നോക്കുക. നമ്മൾ എഴുതിയാണ് തെളിയുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ത്രൂ പ്രാക്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് അവർ നോളജ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ. സോ അപ്പോൾ ഇങ്ങനെ ഒരു കേസ് നോട്ട് എടുക്കാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു പാറ്റേണിൽ ഒരുപാട് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ട്രാൻസ്ഫർ ടു നഴ്സിംഗ് ഹോം, അതും നഴ്സിനൊന്നും അല്ല ലെറ്റർ പോകുന്നത്, മാനേജർക്ക്. സോ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ദാറ്റ് ഐ ഹാവ് ഡൺ ദിസ് കേസ് നോട്ട് ടുഡേ. ഓക്കെ, സോ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ഹൗ ടു റൈറ്റ് എ ലെറ്റർ ടു എ നോൺ മെഡിക്കൽ പ്രൊഫഷണൽ. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. ഇഫ് യു ഹാവ് നോ ഫർദർ ഡൗട്ട്സ് വി വിൽ വൈൻഡ് അപ്പ് ദ സെഷൻ. ഓക്കെ അല്ലേ? നീഡ്സ് ടു ബി റിപ്പീറ്റഡ്, എവിടെയായിരുന്നു റിപ്പീറ്റഡ് ഉണ്ടായിരുന്നത്? റിപ്പീറ്റ് എന്നൊരു കാര്യം കേസ് നോട്ടിൽ കാണുന്നില്ലല്ലോ. ഹൈപ്പർനെട്രേമിയ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷീ ഈസ് അറ്റ് റിസ്ക് ഓഫ് ഹൈപ്പർനെട്രേമിയ. അതിൻ്റെ ഒരു ഫർദർ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ആദ്യത്തെ കേസ് നോട്ടിലെ ആ സോഡിയം ലെവലിൽ നിന്ന് മാത്രമാണ് മനസ്സിലായത് അത് ബിലോ ആണെന്നുള്ളത്. അപ്പം അത് സെമി റെലവൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല മാനേജറുമാണ്. എഴുതാം, എന്താണ്, പ്ലീസ് നോട്ട് ഷീ ഈസ് അറ്റ് റിസ്ക് ഓഫ് ഹൈപ്പർനെട്രേമിയ എന്ന് എഴുതി വെച്ചത് കൊണ്ട് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വിത്ത് അവർ ലെറ്റർ കേട്ടോ. ഓക്കെ, I have one doubt in letter how we mention patient name Mrs. Karia or Mrs. Smithas Karia. ബോഡി പാരഗ്രാഫ് ആണോ ബിൻസിയ ചോദിക്കുന്നത്? ഇൻ ബോഡി പാരഗ്രാഫ് പേഷ്യൻറ്റിൻ്റെ ടൈറ്റിൽ പ്ലസ് സർനെയിം. ബോഡി പാരഗ്രാഫിൽ മിസ്സിസ് കറിയ. ആൻഡ് ഇൻ റെഫറൻസ് ആൻഡ് ഇൻ ഇൻട്രൊഡക്ഷൻ, റെഫറൻസിലും ഇൻട്രൊഡക്ഷൻ്റെ അകത്തും ഫുൾ നെയിം മിസ്സിസ് മിത്യാസ് കറിയ എന്നുമാണ് വേണ്ടത് കേട്ടോ. യെസ്, ബോഡി പാരഗ്രാഫിൻ്റെ അകത്ത് എന്താണ് വേണ്ടത്? ടൈറ്റിൽ പ്ലസ് സർനെയിം. Okay. Okay, so thank you all
So if you have any kind of doubts, please do comment. I will go through and I will clear it in the next session. Hope you had a nice time. Thank you for spending your valuable time with me for 1 hour. Okay, so we'll meet again on next Monday, 1:30 in the afternoon session. Thank you all. Thank you so much. Be with Tejas Academy always. Thank you.